അരുൺ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അവിടെ മഴക്കെടുതി എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത്. ഈ അരുൺ നിൽക്കുന്ന ആ പ്രദേശത്ത് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് അവിടുത്തെ വീടുകളിലെ മതിലുകളിൽ അരഭാഗത്തോളം വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രദേശത്തെ പ്രേക്ഷകർ അറിയാൻ ആ മേഖലയിലുള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക്. ഇപ്പോൾ ഒരു ചേട്ടൻ അതിലെ നടന്നു വരുന്നത് നമുക്ക് കാണാം. അദ്ദേഹം അവിടെ ആ സ്ഥലമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, അദ്ദേഹത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. ചേട്ടാ, ഇത് എല്ലാ പ്രാവശ്യം വെള്ളം കയറുന്നതാണോ? അല്ല, ഇക്കൊല്ലം ആദ്യമായിട്ട് കയറുന്നത്. ഇങ്ങനെ ആദ്യമായിട്ട് നേരത്തെ കയറുന്നത്. ഇപ്പോൾ വീട്ടുകാരെയൊക്കെ മാറ്റി പാർപ്പിക്കും? ഉണ്ട്. ഇപ്പോൾ ഇവിടെ എത്ര വീട്ടുകാരുണ്ട് ഈ ഭാഗത്ത്? ഈ ഭാഗത്ത് കുറച്ചാളുണ്ട്. നമുക്കെല്ലാം മേം വെള്ളത്തുന്നുണ്ടല്ലോ, അതുകൊണ്ട് മാറ്റി പാർപ്പിച്ചു. ഇതിപ്പോൾ തേജസ്വിനി പുഴ കരകവിഞ്ഞതാണോ അങ്ങനെ വെള്ളക്കെട്ടിന് കാരണമായത്? അതെ. കൃഷിയിടങ്ങളൊക്കെ ഏകദേശം എത്ര കൃഷി നാശം വന്നിട്ടുണ്ട്? കുറച്ച് എല്ലാവർക്കും നാശം വെച്ചിട്ടുണ്ടാവും. കുറേയെല്ലാം. ഇവിടെയുള്ള ആളുകളെയൊക്കെ എങ്ങോട്ടാ മാറ്റി പാർപ്പിച്ചേ? കുറേ ആളെല്ലാം അതാളെ വീട്ടിലേക്ക് ബന്ധു വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ ചാത്തമത്തെ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഈ വില്ലേജ് ഓഫീസറൊക്കെ ഇവിടെ വന്ന് പരിശോധിച്ചിരുന്നോ? നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നോ? ഇതിപ്പോൾ എപ്പോഴാണ് വെള്ളം കയറിയത്? ഇന്നലെ രാവിലെ തുടങ്ങിയത്. ഇന്നലെ രാവിലെ മുതൽക്കേ വെള്ളം കയറുന്നുണ്ട്? ഉണ്ട്. ഇനിയിപ്പോൾ എങ്ങോട്ട് പോവാ? ഞാൻ പീടിയില് അങ്ങോട്ട് നോക്കാൻ വന്നത്. അരുൺ ഏതായാലും സുരക്ഷിതമായി നിന്ന് റിപ്പോർട്ട് ചെയ്യുക. അരുൺ പാറക്കിലാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. തേജസ്വിനി പുഴ കര കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് കാസർഗോഡ് ആ മേഖലയിലൊക്കെ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. അവിടെ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. റെഡ് അലർട്ടാണ് കാസർഗോഡ് ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴയാണ് കാസർഗോഡ് തുടരുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ മഴക്കെടുതികൾ കൂടി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്.